അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊർത്തിഹാട എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ്. അത്യാവശ്യം കാണാൻ രസമുള്ളൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടത്. ഊട്ടിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 14 കിലോമീറ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു ഡിസ്ക്ലൈമർ എന്ന് പറയുകയാണെങ്കിൽ, ഒരിക്കലും നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് മാപ്പ് ഇടുന്ന സമയത്ത് ബൈക്കിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയോ ചെറിയ ചെറിയ റോഡ്സാണ് കാണിച്ചു തരിക. അതിലെ കൂടെ ഒന്നും ബൈക്ക് പോകുമെന്ന് ഗൂഗിളിന് പോലും അറിയില്ല, പക്ഷെ അത് നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ബൈക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക, കാർ തന്നെ ഇടാൻ ശ്രമിക്കുക. ഇവിടെ എന്തായാലും ഹൈവേയും ടോളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ കാർ ഇട്ടാലും ബൈക്ക് ഇട്ട് കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അത്യാവശ്യം വലിയ റോഡ് മാത്രമേ കാണിച്ചു തരൂ. അത്യാവശ്യം നല്ല മഴക്കാർ പിടിച്ചിട്ടുണ്ട്. ഞാൻ കോട്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി നിൽക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്, ലെഫ്റ്റ്. പിന്നെ ഇതുപോലുള്ള ഓട്ടോക്കാരെയും സൂക്ഷിക്കണം, എവിടെ നിന്നൊക്കെ വരുന്നൊന്നും ഒരു പിടിയും ഉണ്ടാവില്ല. ഇന്ന് പിന്നെയും റഷ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഞായറാഴ്ചയൊന്നും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റൂല, അത്രയും തിരക്കായിരിക്കും, ബ്ലോക്കും കാര്യങ്ങളും. ഒരു സെമിത്തേരിയാണ് കേട്ടോ, നല്ല കളറ് കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടെന്ന് മാത്രം പറയുന്നില്ല. ബോട്ട് ഹൗസ് ലൗഡേൽ ഇവിടുന്ന് 8 കിലോമീറ്റർ. ഈ റൂട്ട് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. എനിക്കൊന്നും ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ആ റൂട്ട് തന്നെ ആയിരിക്കും. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് നല്ല കൂടുതലാട്ടോ, കൈ മരവിച്ചു തുടങ്ങി. അങ്ങോട്ടൊക്കെ നല്ല മഴയാവാൻ ചാൻസ് ഉണ്ട്. മഴക്ക് കുറച്ചുകൂടെ ശക്തിയാവുകയാണെങ്കിൽ നമുക്ക് കയറി നിൽക്കാം, വെറുതെ നനയാൻ പറ്റില്ല. പിന്നെ ഇപ്പം മഴ കിട്ടുന്നതിനൊരു ഉപകാരമുണ്ട്, അത്യാവശ്യം കോട ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ കോടയും കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. എമറാൾഡ് എൻ്റെ മോനെ, അത്യാവശ്യം കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ കിണ്ണക്കോര റൂട്ട് ഒന്ന് പോയി നോക്കാമെന്ന്. എവിടെ നിന്നാണോ സ്റ്റോപ്പ് ആക്കുന്നത് അത്ര വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ആ സ്റ്റോപ്പ് ആക്കുന്നത് വരെയും അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അവിടെ പോയി കഴിഞ്ഞാലും നഷ്ടാവില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു കിണ്ണക്കോര എന്ന് പറഞ്ഞാൽ യെല്ലോ ബോർഡ് വെച്ചിട്ടില്ലേ, അത്ര വരെ എങ്ങാനാണ് വിടുന്നത്. അതിന് ശേഷം അങ്ങോട്ടേക്ക് അലോഡല്ല. അവിടെ എന്തോ സെക്യൂരിറ്റിക്കാർ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ചില വീഡിയോസിലൊക്കെ ഞാൻ കാണുകയും ചെയ്തു. ഞാൻ ലഗേജും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടാണ് വന്നത്, വെറുതെ ബാക്കിൽ വെച്ച് കെട്ടണ്ടെന്ന് വിചാരിച്ചു. ക്യാമറയുടെ ബാഗ് മാത്രം എടുത്തിട്ടുള്ളൂ.
തമിഴ്നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറിയ, അതായത് ഒരു 2 ആൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണെങ്കിൽ പോലും അവിടത്തേക്ക് നല്ല അടിപൊളി റോഡായിരിക്കും. കിണ്ണക്കോരൊക്കെ ആകെ എനിക്ക് തോന്നുന്നു ഒരു 10-50 ആൾക്കാർ മാത്രമേ അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടത്തേക്കുള്ള റോഡ് അടിപൊളി റോഡാ. എൻ്റെ മോനെ വ്യൂ നോക്ക്, കിടിലം വ്യൂ. ആർക്കെങ്കിലും ഊട്ടിയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോ. നല്ല അടിപൊളി ക്ലൈമറ്റാ. തണുപ്പിന് തണുപ്പുണ്ട്, എന്നാൽ ഓവറായിട്ട് അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗ്ലൗസ് എടുക്കാത്തത് ഭയങ്കര റിഗ്രറ്റ് ആയി തോന്നുന്നുണ്ട്. എടുത്താൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഇപ്പം തന്നെ ഏകദേശം ഇതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, സീനറി ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഇവിടെ പോയി കഴിഞ്ഞാലും പണി കിട്ടാറാണ് പതിവ്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല ഏരിയ ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതൊക്കെ ബസ് റൂട്ടായിരിക്കും കേട്ടോ. ഇവിടെ അങ്ങനെ ചെറിയ റോഡ്, വലിയ റോഡൊന്നുമില്ല. ചെറിയൊരു ബസ്സിൻ്റെ ഗ്യാപ്പ് മാത്രം പോകാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു ബസ് റൂട്ട് ഇടും. അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് കേവ്സൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചും കണ്ട് എടുക്കുക. പെട്ടെന്നായിരിക്കും മുമ്പിൽ ബസ് വരുന്നത്. ഇതാണ് സംഭവം, പൂർത്തിയാട. അവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളി കേട്ടോ. ആ ക്യാരറ്റ് അവിടെ നിന്നാണ് എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ. കണ്ണൂർക്കൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അവരൊക്കെ വന്നോ, വീഡിയോ എടുത്തോ, കാര്യങ്ങളൊക്കെ ചോദിച്ചു, എൻ്റെ ഐ ഡി ചോദിച്ചു. അത്യാവശ്യം നല്ല ആൾക്കാർ. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. മഴ വരുന്നതിന് മുമ്പ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്നെപ്പോലെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പൊതുവേ ഈ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും തീരെ നോക്കാറില്ല. ഇതുപോലുള്ള ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ ട്രെൻഡാകുന്ന സമയത്ത് അവിടത്തേക്ക് പോകും. ഇതുപോലെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ മുമ്പൊക്കെ ഇൻസ്റ്റയിലായിരുന്നു. ഇപ്പം വ്ളോഗായിട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ യൂട്യൂബിലിടാന്നേ ഉള്ളൂ. ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയില്ല.
റൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ, അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1000 രൂപയാണെങ്കിൽ 1000 രൂപ മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു മാസം. എല്ലാവർക്കും മണാലിയും അല്ലെങ്കിൽ തവാങ്ങൊക്കെ പോകാൻ പറ്റണമെന്നില്ല. നമ്മുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകിൽ ഊട്ടിയോ ഇല്ലെങ്കിൽ മൂന്നാറോ കൊടൈക്കനാലോ മാത്രം ഒന്ന് വരാൻ പറ്റും. അത്യാവശ്യം ഒരു മൈലേജുള്ള ഇതുപോലത്തെ ബൈക്കാണെങ്കിൽ ഏകദേശം ഒരു 40-45 മൈലേജും കിട്ടും. പെട്രോളിനും അധികം എക്സ്പെൻസ് ആകുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 3000 റുപ്പീസിനൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാസം ഒരു 1000 രൂപയെങ്കിൽ 1000 രൂപ മാറ്റി വെക്കാണ്ട് ശ്രമിക്കുക. എന്നിട്ടൊരു 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ട്രിപ്പ് അടിക്കുക. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. പിന്നെ ഊട്ടിയിൽ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു സൺഡേ ആണ്. എന്നിട്ട് എനിക്ക് റൂം കിട്ടിയത് ഏകദേശം 500 റുപ്പീസിനാണ്. നമുക്കിപ്പം ബാർഗൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ല റേറ്റിന് റൂം കിട്ടും. അതിപ്പോൾ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലക്ഷറി റൂമൊന്നും ആവശ്യമില്ലല്ലോ, നോർമൽ റൂം തന്നെ മതിയാവും. പക്ഷെ അവർ ആദ്യം ഏകദേശം ഒരു 1500-2000 ഒക്കെ റേറ്റ് പറയും. അത് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏകദേശം 500 രൂപയൊക്കെ. എന്നോട് ആദ്യം ഇപ്പം പറഞ്ഞത് 1300 കുറച്ച് ഇപ്പോൾ ഏകദേശം 500 രൂപയ്ക്ക് സാധനം കിട്ടി. പിന്നെ നൈറ്റ് ഊട്ടിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഊട്ടിയിൽ വന്നാലൊക്കെ നൈറ്റ് ഒന്ന് പുറത്തിറങ്ങാറുണ്ട്, ആ തണുപ്പ് ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നാളെ മോർണിംഗ് റിട്ടേൺ ആണ്. ഇനിയിപ്പോൾ റിട്ടേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന അതേ റൂട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് നേരെ ബന്ദിപ്പൂർ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, അങ്ങനെ ഇരിട്ടി വഴി ഇറങ്ങാന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ മാത്രമുള്ള വ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഗുഡ് ഷിപ്പേർഡ് ഇൻ്റർനാഷണൽ സ്കൂള്. ഇവിടെ ഒരുപാട് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പഴയ പടം റോമയൊക്കെ അഭിനയിച്ച്. അതുമാത്രമല്ല ഒരുപാട് പടം ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ആ ക്യാരറ്റിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ആളുടെ വൈഫ് ബ്രൈഡൽ മേക്ക് ഓവറിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനി ഇൻസ്റ്റയിൽ കൊളാബ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ വീഡിയോ തന്നെ 5-4-9 പേരാണ് കാണുന്നത്. അപ്പോൾ ആൾക്ക് ഞാൻ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒക്കെ പറഞ്ഞു കൊടുത്തു, കൊളാബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തംസപ്പൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ആൾ വിചാരിച്ചു ഞാൻ വലിയ വ്ളോഗറാണ് എന്നാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. കൊളാബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തംസപ്പൊക്കെ അടിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് കാണുന്നുണ്ട്, ഡാനി എന്നെങ്ങാണ്ടാണ് പേര്. എനിക്ക് തോന്നുന്നു ആളുടെ വൈഫിന് എന്നെക്കാളും കൂടുതൽ റീച്ച് ഇൻസ്റ്റഗ്രാമിലുണ്ട്. എന്നിട്ടാണ് ആൾ എന്നോട് കൊളാബ് ചെയ്യാൻ പറയുന്നത്. അവിടെ അത്യാവശ്യം നല്ല കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇതേപോലെ ഞാൻ റീല് കണ്ടിട്ടുണ്ട്, അത്യാവശ്യം വീഡിയോസൊക്കെ കൊള്ളാം. പക്ഷെ ഞാൻ റീല് കണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന പരിപാടി ഞാൻ നിർത്തി ഇതോടുകൂടി. ഇനി സ്വന്തമായിട്ട് എന്തൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം വീഡിയോസ് എടുക്കാനും ആക്കാൻ നിൽക്കുക. അല്ലാണ്ട് ഈ മറ്റുള്ളവരെ വീഡിയോ കണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ സ്ഥലം ഇഷ്ടപ്പെടുന്നില്ല. റീല് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, പക്ഷേ അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കില്ല. മൊത്തം കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതുപോലെ എനിക്ക് മുമ്പൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂർ തന്നെ എടക്കാനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ വൈറലായ സമയത്ത് നല്ല, അതായത് ഊട്ടി ബാക്കിൽ നിൽക്കണം, ഏകദേശം ഒരു സ്വിറ്റ്സർലാൻഡൊക്കെ പോലത്തെ സ്ഥലമാണ് കണ്ടത്. അവസാനം ഞാൻ ബൈക്ക് എടുത്ത് പോയി. അവിടെ എത്തിയപ്പോഴാണ് ഇത് സ്വിറ്റ്സർലാൻഡും അല്ല, ഒരു മാങ്ങാത്തൊരു അല്ല, കുറേ പശുക്കളും ഉണ്ട്, അവിടെ മൊത്തം ചാണകമുണ്ട്, 2-3 പുല്ലുണ്ട്. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ നിർത്തേണ്ടതായിരുന്നു. ഇതിപ്പോൾ ഊട്ടിയിലൊക്കെ വന്ന് ആകെ ഇടങ്ങാറായി.